ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവമഹത്വം. ദൈവത്തിൻ്റെ മഹത്വം ആഗ്രഹിക്കാത്ത ആരും ഭൂമിയിലില്ല. ദൈവമഹത്വം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ തലമുറയുടെ മേലും വെളിപ്പെട്ടാൽ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. ദൈവസ്നേഹം ഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യും. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ വെളിപ്പെടുത്തിയ ദൈവ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വചനവിളക്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ തന്നെ മഹത്വം വെളിപ്പെട്ടതായി നാം കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാരും സ്വർഗീയ സൈന്യവും പാടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ മഹത്വത്തിനാണെന്ന് ലൂക്കോസ് വിവരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തികളിലെ മഹത്വം യോഹന്നാൻ വിവരിക്കുന്നു. ഒന്നാമത്തെ മഹത്വം വെളിപ്പെട്ടത് കാനാവിലെ കല്യാണ ഭവനത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-11 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രമുഖ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്കറിയാം, വിവാഹ വീടെന്ന് പറയുന്നത് ഒരുക്കത്തിൻ്റെ വീടാണ്. അപ്പോൾ തന്നെ കരുതലിൻ്റെ വീടാണ്. കണക്കുകൂട്ടലുകൾക്കപ്പുറം കരുതി വച്ചിരിക്കുന്ന ഒരു ഒരുക്കമുള്ള വീടാണ് കല്യാണ വീട്. പ്രത്യേകിച്ച് യഹൂദൻ്റെ വിവാഹ ഭവനമെന്ന് പറയുന്നത് വളരെ ഒരുക്കങ്ങളും സമൃദ്ധിയുമുള്ള വീടാണ്. അവിടെ വീഞ്ഞ് തീരാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ വീഞ്ഞ് തീർന്നു പോകുന്നു എന്ന് യേശുവിൻ്റെ അമ്മ യേശുവിനോട് വന്ന് പറയുന്നു. അമ്മയോട് ചോദിക്കുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഈ വാക്കുകൾ കേട്ടപ്പോഴും മറിയ ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. യേശു കൽപ്പിച്ചു, അവരത് ചെയ്തു. എന്താണ് അവർ ചെയ്തത്? അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. അവ ഒന്നിൽ 2-3 പറ വീതം കൊള്ളുന്നതായിരുന്നു. ആ കൽപ്പാത്രങ്ങളിൽ വക്കോളവും വെള്ളം നിറച്ചു. ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം അവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ആ നിറഞ്ഞ വെള്ളത്തെ യേശു കൽപ്പനയാൽ വീഞ്ഞാക്കുകയും ആ വീഞ്ഞ് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നു. അത് രുചി നോക്കിയാറേ വിരുന്നുവാഴി മണവാളനെ വിളിച്ച് ചോദിക്കുകയാണ്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറയും. സ്വാഭാവികമായി മനുഷ്യ സമൂഹത്തിലൊക്കെ നാം ദർശിച്ചാൽ ആദ്യം നല്ലത്, പിന്നെ അല്പം വെള്ളം ചേർത്തത്, ഇങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ വിരുന്നുവാഴി പറയുന്നത്. എന്നാൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു, ഏറ്റവും നന്മയുള്ളതായിരുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ജീവിതത്തിന് ആശയറ്റവരായിരിക്കുകയാണോ? ജീവിതം വല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. നിങ്ങൾ യേശുവിലേക്ക് വരിക. നിങ്ങളുടെ ജീവിതത്തെ രുചിയുള്ളതാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ രുചിയില്ലാത്ത അവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ ആർക്കും നിങ്ങളെ വേണ്ടാത്ത അവസ്ഥ കണ്ടേ. എന്താണ് ദൈവമഹത്വം? യേശുക്രിസ്തുവാണ് ദൈവമഹത്വം. രക്ഷ എന്ന യേശുക്രിസ്തുവിൻ്റെ പദ്ധതിയാണ് ദൈവമഹത്വം. ആ ദൈവമഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ രുചിയില്ലാത്ത അവസ്ഥകൾ പോലും രുചിയുള്ളതായിത്തീരും. നിങ്ങളുടെ ജീവിതം രുചികരമാകും, സമൃദ്ധിയുള്ളതാകും, നന്മയുള്ളതാകും. അങ്ങനെ ആ വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുത്തു. ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. അവിടെ ഒരു വലിയ തൃപ്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എപ്പോഴും
മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്. എന്നാൽ ദൈവം ചെയ്യുന്നതിന് പരിമിതിയില്ല. മനുഷ്യൻ ചെയ്യുന്നതിനെല്ലാം അതൃപ്തിയുണ്ട്. പക്ഷേ ദൈവം ചെയ്യുന്നത് തൃപ്തികരമായിരിക്കും. ജീവിതത്തിൽ ദൈവമഹത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സകലതും കണ്ടേക്കാം, കരുതൽ കണ്ടേക്കാം, സമൃദ്ധി കണ്ടേക്കാം, ഈ വിവാഹ വീടിൻ്റെ പ്രൗഢി കണ്ടേക്കാം. എന്നാൽ യേശുവില്ലാത്ത ജീവിതമാണെങ്കിൽ അത് മഹത്വപൂർണ്ണമാകുകയില്ല. ആയതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ഏതവസ്ഥയിലും ഉള്ളവരാകാം, ഇല്ലാത്തവരാകാം, ദൈവമഹത്വം വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷം ദൈവം മഹത്വം വെളിപ്പെടുത്തും. ആ മഹത്വം വെളിപ്പെടുത്തിയാൽ നിങ്ങളുടെ ഭവനം ഏറ്റവും ശ്രേഷ്ഠമാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാകും. ആകയാൽ എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം ഈ നാളുകളിൽ ഭവനത്തിൻ്റെ മേലും എൻ്റെ വിഷയങ്ങളുടെ മേലും വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യാം. യേശുക്രിസ്തു രണ്ടാമത് മഹത്വം വെളിപ്പെടുത്തിയെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അധ്യായം 11 അധ്യായമാണ്. ഇത് നിരാശയുടെ ഭവനത്തിലാണ്. ആദ്യത്തെ മഹത്വം കല്യാണ വീട്ടിലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഭവനം മഹത്വം വെളിപ്പെടുത്തുവാൻ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ഒരു മരണവീടാണ്. അതുമാത്രമല്ല, ആ മരണം നടന്നിട്ട് 4 ദിവസമാകുന്നു. അവനെ കല്ലറയിൽ വെച്ചിരിക്കുന്നു, അടക്കം ചെയ്തിരിക്കുന്നു. കല്ലറയുടെ വാതിൽ കല്ലുരുട്ടി വെച്ച് അടച്ചുറപ്പാക്കിയിരിക്കുന്നു. നാറ്റം വമിക്കുവാൻ സമയമായിരിക്കുന്നു. അപ്പോഴാണ് യേശു അവിടെ ചെല്ലുന്നത്. മരിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ അടുക്കൽ ആളുകളെ പറഞ്ഞയച്ചതാണ് ഈ സഹോദരിമാർ. എന്നാൽ യേശു അവിടെ തന്നെ ഇരുന്നിരുന്നു. യേശുവിൻ്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല, ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് 11 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. കല്യാണ വീട്ടിൽ മാത്രമല്ല മഹത്വം വെളിപ്പെടുത്തുന്നത്, മരണവീട്ടിലും മഹത്വം വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ കല്യാണ വീട്ടിൽ വെളിപ്പെടുത്തിയ മഹത്വത്തെക്കാൾ ശ്രേഷ്ഠകരമായ മഹത്വമാണ് മരണവീട്ടിൽ യേശു വെളിപ്പെടുത്തിയത്. യേശു അവിടെ ചെന്നിട്ട് അവനെ വെച്ചത് എവിടെ എന്ന് ചോദിക്കുകയാണ്. അതിനു മുൻപ് യേശു കൊടുത്ത പ്രബോധനങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ പ്രബോധനമാണ് യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വീണ്ടും യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും എന്ന് പ്രസ്താവിക്കുന്നു. 25 വാക്യത്തിലും 40 വാക്യത്തിലും ഈ പ്രബോധന വാക്യങ്ങളെ കാണുവാൻ കഴിയുന്നു. യേശു കല്ല് നീക്കുവാൻ പറഞ്ഞു. അവർ കല്ല് നീക്കിയപ്പോൾ യേശു പറയുകയാണ്, ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ നിരാശപ്പെടുന്ന അകത്തളത്തിൽ അടയ്ക്കപ്പെട്ടവനായി, കല്ലുരുട്ടി വെച്ചവരായി, നാറ്റം വെച്ചവരായി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏതവസ്ഥയും മാറ്റുവാൻ കഴിയുന്ന യേശു ക്രിസ്തു, അവന് ജീവനും പുനരുത്ഥാനവും തരുവാൻ കഴിയുന്ന ദൈവമാണ്. നിങ്ങളുടെ ഈ ആയുസ്സിൽ തന്നെ നന്മ വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ്. അവനിൽ മാത്രമാണ് ജീവനുള്ളത്. അവനാണ് ജീവൻ്റെ സോഴ്സ്. മരണത്തിൻ്റെ പങ്കുലമായ പാപ അവസ്ഥകളിൽ നിന്നുപോലും നിങ്ങളെയും എന്നെയും വിടുവിച്ച് മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന യേശു ക്രിസ്തു കല്യാണ വീട്ടിൽ മാത്രമല്ല, മറിച്ച് കല്ലറയുടെ മുമ്പിൽ, ലാസറിൻ്റെ നാറ്റം വെച്ച അവസ്ഥയുടെ മുമ്പിൽ ഇതാ മഹത്വം വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൽ സമർപ്പിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. മൂന്നാമതായി യേശുക്രിസ്തു മഹത്വം വെളിപ്പെടുത്തുന്നത് തൻ്റെ തന്നെ മരണത്തോടുള്ള ബന്ധത്തിലാണ്. അധ്യായം 17 യേശുക്രിസ്തുവിൻ്റെ പരമപൗരോഹിത്യ പ്രാർത്ഥനയാണ്. ആ പരമപൗരോഹിത്യ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്
പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ യേശുക്രിസ്തു തന്നെ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പരമ പൗരോഹിത്യ പ്രാർത്ഥന ലോക ജനതയ്ക്കെല്ലാം വേണ്ടി യേശുവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മീക പൗരോഹിത്യ മഹത്വ പ്രാർത്ഥന യേശു തൻ്റെ മരണത്തിന് മുൻപ് ചെയ്യുകയാണ്. യേശു തൻ്റെ മരണത്തിന് മുൻപ് ഈ മഹാപൗരോഹിത്യ പ്രാർത്ഥന ചെയ്യുമ്പോൾ 17 രേഖപ്പെടുത്തുകയാണ്, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, സത്യമായതിലേക്കൊരു വ്യക്തി എത്തപ്പെടുമ്പോൾ അവൻ്റെ മേൽ മഹത്വം ഉണ്ടാകുന്നു. മരണത്തിനപ്പുറത്തും മഹത്വമുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് മരണത്തിനപ്പുറത്തും മഹത്വമുണ്ട്. യേശു മരണത്തിലേക്ക് പോകുവാനാണ് ഈ പൗരോഹിത്യ പ്രാർത്ഥന നടത്തിയത്. യേശുവിൻ്റെ മരണത്തെ തോൽപ്പിക്കാനാണെന്ന് യേശു തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മഹത്വ പ്രാർത്ഥന ചെയ്യുന്നത്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, മരണത്തിൻ്റെ മുമ്പിൽ പല മനുഷ്യരും നിരാശരാണ്. നാം എല്ലാം നിസ്സഹായരാണ് മരണത്തിൻ്റെ മുമ്പിൽ. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിസ്സഹായരല്ല. മരണത്തെ ജയിക്കുവാൻ ഒരാൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, കല്ലറയെ തുറന്നുകൊണ്ട്, കല്ലറയെ ഭേദിച്ചുകൊണ്ട്, റോമൻ ഇമ്പീരിയൽ മുദ്രകളെ ഭേദിച്ചുകൊണ്ട്, പീലാത്തോസിൻ്റെ ചങ്ങലയും കാവൽപ്പടയും ഭേദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചെഴുന്നേറ്റു. ആ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ്റെ മഹത്വം ഇന്ന് ഈ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ നിങ്ങളുടെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. മാന്യ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിലെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിക്കുമ്പോൾ നിങ്ങളുടെ മരണം പോലും മഹത്വപൂർണ്ണമാകും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പാട് പുസ്തകം പറയുന്നത്, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിൻചെല്ലും എന്ന് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു കല്യാണ വീട്ടിൽ മഹത്വം വെളിപ്പെടുത്തി, കല്ലറയിൽ മഹത്വം വെളിപ്പെടുത്തി, തൻ്റെ മരണത്തിലും മഹത്വം വെളിപ്പെടുത്തി. അടുത്ത ചിന്ത ഇപ്രകാരമാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു തൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. ദൈവപ്രവൃത്തി ശക്തമായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർ അതിനെതിരെ നിൽക്കുന്നു. കർത്താവ് അതിൻ്റെ നടുവിലെല്ലാം ദൈവമഹത്വം വെളിപ്പെടുത്തുകയാണ്. പൗലോസും ശീലാസും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരായി, കൈകാലുകൾ ചങ്ങലയ്ക്കും ആമത്തിനും ഇടപ്പെട്ടവരായി, അകത്തെ തടവറയിൽ തടവിലാക്കപ്പെട്ട സ്ഥിതിയിലിരിക്കുമ്പോൾ അവർ അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിച്ചു. വലിയൊരു ഭൂകമ്പം ഉണ്ടായി, അടിത്തറകൾ കുലുങ്ങി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും അകത്ത് ബന്ധിക്കപ്പെട്ടവരായി ഇരിക്കുന്നുവെങ്കിൽ ശത്രുവിൻ്റെ അടിത്തറകളെ കുലുക്കുവാൻ കഴിയുന്ന ആരാധന പുറപ്പെടുവിക്കുവാൻ ആ കാരാഗൃഹത്തിൻ്റെ അടിത്തറകൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു, കൈകളിലെ ചങ്ങലകൾ അടിഞ്ഞു വീണു. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ചിലപ്പോൾ വാതിൽ തുറന്നിരിക്കുകയായിരിക്കാം, എന്നാൽ നിങ്ങളുടെ കയ്യിലെ ചങ്ങല വീണോ എന്ന് ഒന്ന് ശോധന ചെയ്യുക. നിങ്ങളുടെ കയ്യിലെ ചങ്ങല വീഴുമ്പോൾ നിങ്ങൾ മഹത്വത്തിനായി, ദൈവപ്രവൃത്തിക്കായി എഴുന്നേൽക്കുന്നവരായിത്തീരും. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും ഏതു മേഖലയിലാണെങ്കിലും ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് വിളിച്ചു പറയുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ആ കാനാവിലെ കല്യാണ വീട്ടിൽ വെളിപ്പെടുത്തിയ മഹത്വം, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളവരായിരിക്കാം, കരുതലുള്ളവരായിരിക്കാം, എല്ലാ ക്രമീകരണങ്ങളും ഉള്ളവരായിരിക്കാം. പക്ഷേ ദൈവമഹത്വം വെളിപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ കരുതലുകളും നമ്മുടെ സാമ്പത്തികവും എല്ലാം നഷ്ടത്തിലേക്ക് പോകും. അവിടെ കല്യാണ വീട്ടിൽ യേശു മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ ശ്രേഷ്ഠമായി
രുചിയില്ലാത്തത് രുചികരമായി, അവസാനം പലപ്പോഴും പേരിന് മാത്രം കൊടുക്കേണ്ടത് സമർത്ഥമായി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. രണ്ടാമത് ലാസറിൻ്റെ കല്ലറയ്ക്കലാണ്. സഹോദരങ്ങൾ തന്നെ അവനെ അടക്കം ചെയ്തു. കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്, നാറ്റം വെച്ച അവസ്ഥയാണ്. പക്ഷെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ലാസർ പുറത്തു വന്നു. 12-ാം അധ്യായത്തിൽ ലാസർ പന്തിയിലിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവിൻ്റെ മരണത്തോടുകൂടെ എല്ലാം കഴിയുമെന്ന് യഹൂദന്മാരും റബിമാരും വിചാരിച്ചപ്പോൾ യേശുവിൻ്റെ പരമ പൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിച്ചത് മഹത്വം വെളിപ്പെടുവാനാണ്. യേശുവിന് നിശ്ചയമുണ്ട്, മറ്റൊന്നിനുമല്ല, ഞാൻ മരിക്കുന്നത് മരണത്തെ ജയിക്കുവാൻ വേണ്ടിയാണ്, മരണത്തെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ മരണം മുഖാന്തരം മരണത്തെ തോൽപ്പിച്ചു, ഒടുക്കത്തെ ശത്രുവായ മരണത്തെ തോൽപ്പിച്ച് യേശുവിൻ്റെ മരണത്താൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഇന്നും വചനത്തിലൂടെ വെളിപ്പെടുന്നത് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. ആ മഹത്വം നിങ്ങളെ തേടി വന്നിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ആ മഹത്വത്തിൻ്റെ വിളക്ക് കത്തിയിരിക്കുന്നു. ഈ വചന കേൾവി മുഖാന്തരം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ഹൃദയത്തിൽ അവനെ ധ്യാനിക്കുകയും യേശുവിൻ്റെ മരണം എൻ്റെ മഹത്വത്തിനും വിടുതലിനും എൻ്റെ മരണത്തിൽ നിന്നും നിത്യതയിലേക്ക് എന്നെ നയിക്കുവാനും വേണ്ടിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് മഹത്വം വെളിപ്പെടുത്തും. പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, പ്രതികൂലത്തിൻ്റെ നടുവിൽ ആ മഹത്വം കണ്ട് അപ്പോസ്തലന്മാർ ആരാധിച്ചപ്പോൾ കാരാഗൃഹത്തിലും ആ മഹത്വം വെളിപ്പെട്ടു. ആ മഹത്വം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും തലമുറകളുടെ മേലും ഈ വചന ശുശ്രൂഷയിലൂടെ വെളിപ്പെടട്ടെ. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട ജനത്തെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സമാധാനവും ആശ്വാസവും ദൈവകൃപയും ജനത്തിൻ്റെ മേൽ പകരണമേ. കർത്താവേ, കാനാവിലെ കല്യാണ വീട്ടിൽ വെളിപ്പെട്ട മഹത്വം, കല്ലറയിൽ ലാസറിന് വേണ്ടി വെളിപ്പെട്ട മഹത്വം, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞങ്ങളുടെ നിത്യജീവന് വേണ്ടി വെളിപ്പെട്ട മഹത്വം, കാരാഗൃഹത്തിൽ അപ്പോസ്തലന്മാർക്ക് വേണ്ടി വെളിപ്പെട്ട മഹത്വം ഞങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുമാറാകട്ടെ. അവരുടെ പഠനത്തിൽ മേഖലകളിലെല്ലാം വെളിപ്പെടുമാറാകട്ടെ. നന്മ വരുത്തണം യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.